Hello everyone, once again welcome to my OIT channel. So, ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മുടെ റെക്കമെൻഡേഷൻ പാരഗ്രാഫിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അതായത് റെക്കമെൻഡേഷൻ എഴുതുമ്പം എല്ലാവരും തന്നെ അങ്ങനെയൊന്നും പ്രത്യേകിച്ചൊന്നും ശ്രദ്ധിക്കാറില്ല. അവർ കൊടുത്തിരിക്കുന്ന റെക്കമെൻഡേഷൻസ് അങ്ങനെ മിക്കവാറും എല്ലാവരും തന്നെ എഴുതാറുണ്ട്. ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ അങ്ങനെയായിരിക്കും എഴുതുന്നത്. പക്ഷേ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ റെക്കമെൻഡേഷൻ പാരഗ്രാഫിൽ നമുക്കൊരു ചെറിയൊരു റൂൾ അപ്ലൈ ചെയ്യാവുന്നതാണ്. അതായത് ഒരു ബി സ്കോർ എയിം ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതുകൊണ്ട് ഒത്തിരി പ്രയോജനം ഉണ്ടായിരിക്കും. ഒന്നുമില്ല, നമ്മൾ എല്ലാവരും നേഴ്സസാണ്. സോ നമ്മൾ വാർഡിൽ നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുമ്പം നമ്മൾ പേഷ്യൻ്റ് കെയർ കൊടുക്കുന്ന എപ്പോഴും ഒരു പ്രയോറിറ്റി അനുസരിച്ചായിരിക്കും അല്ലേ. അതിപ്പം നമ്മളിപ്പോൾ ആര് പറഞ്ഞു തന്നില്ലെങ്കിലും നമ്മൾ പ്രയോറിറ്റി അനുസരിച്ചായിരിക്കും നഴ്സിംഗ് കെയർ കൊടുക്കുന്നത്. അപ്പോൾ നമുക്കൊരു കുറേ റെക്കമെൻഡേഷൻസ് കുറച്ച് പ്രിപ്പേർഡ് ആയിട്ട് ഡോക്ടർ നമുക്ക് തന്നിരിക്കുകയാണ്. ഇപ്പോൾ വാർഡിൽ വർക്ക് ചെയ്യുമ്പോൾ തന്നെ കുറേ റെക്കമെൻഡേഷൻസ് ഡോക്ടേഴ്സ് പ്രോഗ്രസ് നോട്ടിൽ അല്ലെങ്കിൽ ഓർഡർ ഷീറ്റിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ നമ്മൾ അത് നോക്കിക്കഴിയുമ്പം അതിൽ തന്നെ നമ്മൾ തന്നെ പ്രയോറിറ്റി, ഇപ്പോൾ ഡോക്ടർ അത് പ്രയോറിറ്റൈസ് ചെയ്ത് എഴുതിയില്ലെങ്കിലും നമ്മൾ തന്നെ അത് പ്രയോറിറ്റൈസ് ചെയ്ത് കെയർ കൊടുക്കാറുണ്ട്. ഇപ്പം പേഷ്യൻറ്റിന് ഷോർട്ട്നെസ് ഓഫ് ബ്രെത്ത് ഉള്ളൊരു പേഷ്യൻ്റ് ഉണ്ട്. ആ പേഷ്യൻ്റ് ഇപ്പോൾ ഓക്സിജൻ തെറാപ്പി എഴുതിയിട്ടുണ്ട്, അതിൽ കുറച്ച് മെഡിക്കേഷൻസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ പേഷ്യൻറ്റിന് സർജിക്കൽ സൈറ്റിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അതിൽ വൂണ്ട് ഡ്രസ്സിങ് ഉണ്ട്. അപ്പോൾ അതുപോലെ തന്നെ പേഷ്യൻറ്റിന് എന്തെങ്കിലും ഒരു ഫോളോ അപ്പ് കൺസൾട്ടേഷൻ ഉണ്ട്. അപ്പം ഇതാണ് കുറേ പ്ലാൻ എഴുതിയിരിക്കുന്നത്. അപ്പം ഡോക്ടർ എഴുതിയിരിക്കുന്ന ഓർഡർ എങ്ങനെയാണോ അല്ലയോ, പക്ഷെ നമ്മൾ അതിലിങ്ങനെ ഒരു പ്രയോറിറ്റൈസേഷൻ കൊടുക്കും. എങ്ങനെ കൊടുക്കും? ഷോർട്ട്നെസ് ഓഫ് ബ്രെത്ത് ഉള്ള പേഷ്യൻ്റ് ആയതാണ് ഓഫ് കോഴ്സ് ഓക്സിജൻ തെറാപ്പി നമ്മൾ ആദ്യം അഡ്മിനിസ്റ്റർ ചെയ്യും. പിന്നെ നമ്മൾ മെഡിക്കേഷൻ കൊടുക്കും. പിന്നെ നമ്മൾ ഡ്രസ്സിങ്ങിന് പോകും. പിന്നെ നമ്മൾ പേഷ്യൻറ്റിൻ്റെ കൺസൾട്ടേഷൻ ഉണ്ടെങ്കിൽ കൺസൾട്ടേഷൻ, അതിൻ്റെ ഇടയ്ക്ക് മെഡിക്കേഷൻ കഴിഞ്ഞിട്ട് ഡ്രസ്സിങ് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഫോളോ അപ്പ് ചെയ്യുന്നത്. ഈവൻ അത് ഡോക്ടർ പ്ലാൻ നേരെ തിരിച്ചാണ് എഴുതിയിരിക്കുന്നത്. ഇൻ കേസ് ഡോക്ടർ എഴുതിയിരിക്കുവാണ്, ഇപ്പം ഡോക്ടേഴ്സിന് SOP ആകുമ്പം എന്നാണ് ഡോക്ടേഴ്സ് അതിനുള്ള മാനേജ്മെൻറ്റ് തന്നെ ആയിരിക്കും ആദ്യം എഴുതിയിരിക്കുക. പക്ഷേ കൺസൾട്ടേഷൻ ചിലപ്പം ഇടയ്ക്ക് എഴുതിയിട്ടുണ്ടായിരിക്കാം, പിന്നെ അത് കഴിഞ്ഞിട്ട് മാനേജ്മെൻറ്റ് ഉണ്ടായിരിക്കാം. ചിലപ്പം 2-3 ഡോക്ടേഴ്സ് ഒരു പേഷ്യൻറ്റിനെ നോക്കുമായിരിക്കും. ആ 3 ഡോക്ടേഴ്സിൻ്റെയും ഓർഡർ ഷീറ്റിൽ 3 സെറ്റ് ഓഫ് റെക്കമെൻഡേഷൻസ് ഉണ്ട്. അപ്പം അതിൽ വെച്ചിട്ട് നമ്മൾ നമ്മുടേതായിട്ടുള്ളൊരു പ്രയോറിറ്റൈസേഷൻ ചെയ്യും അല്ലേ. അപ്പം നമ്മൾക്ക് ആരും ഇൻസിസ്റ്റ് ചെയ്യാതെ തന്നെ ആ പ്രയോറിറ്റൈസേഷൻ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നമുക്കറിയാം. അപ്പം നമ്മുടെ OIT ലെറ്റർ അതുപോലെ എടുത്ത് നോക്കുക. നമുക്ക് ഒരു സെറ്റ് ഓഫ് ഡിസ്ചാർജ് പ്ലാൻ അല്ലെങ്കിൽ കുറച്ച് റെക്കമെൻഡേഷൻസ് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ അതൊരിക്കലും നിങ്ങൾ അങ്ങനെ എടുത്ത് എഴുതരുത്. അതായത് നിങ്ങൾ ഒഫീഷ്യലി ഒരു ലെറ്ററാണ് എഴുതുന്നത്, ഒരു ഫോർമൽ ലെറ്റർ. ഒരു പേഷ്യൻറ്റിനെയാണ് നമ്മൾ ഹാൻഡ് ഓവർ ചെയ്യണത്. ആ പേഷ്യൻറ്റിൻ്റെ കെയറാണ് നമ്മൾ അവരുടെ അടുത്ത് പറയുന്നത്. അപ്പോൾ ആ ഒരു റെക്കമെൻഡേഷൻ എഴുതുമ്പം നിങ്ങളെപ്പോഴും ആ ഒരു പ്രയോറിറ്റൈസേഷൻ അവിടെ മെയിൻറ്റെയിൻ ചെയ്യുക. അതെങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒത്തിരി എളുപ്പമാണ്. അതായത് ശ്രദ്ധിക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. അതായത് എപ്പോഴും ഒരു പോസ്റ്റ് ഓപ്പറേറ്റീവ് പേഷ്യൻ്റ് ആണെന്നുണ്ടെങ്കിൽ അതൊരു സിനാരിയോ ടോട്ടലി ഡിഫറെൻ്റ് ആയിരിക്കും. നോർമലായിട്ടുള്ള വേറൊരു പേഷ്യൻസിനെ നോക്കിക്കഴിഞ്ഞാൽ ഡിഫറെൻ്റ് ആയിരിക്കും. ഇപ്പോൾ ഞാൻ നോർമൽ പേഷ്യൻസിൻ്റെ കാര്യം പറഞ്ഞുതരാം, അത് കഴിഞ്ഞിട്ട് സർജിക്കൽ പേഷ്യൻസിൻ്റെ കാര്യം പറയാം. കാരണം പോസ്റ്റ് ഓപ്പറേറ്റീവ് പേഷ്യൻസിന് ഒരു അഡീഷണൽ പോയിന്റ് മാത്രമേ വരുന്നുള്ളൂ. ഇനി നോർമലായിട്ടൊരു പേഷ്യൻറ്റ്, അപ്പോൾ ആ പേഷ്യൻ്റ് റെക്കമെൻഡേഷൻ പാരഗ്രാഫിൽ നമുക്ക് പല കാര്യങ്ങൾ, ചിലപ്പം ഒത്തിരി റെക്കമെൻഡേഷൻ കാണും, ചിലപ്പം റെക്കമെൻഡേഷനെ കാണത്തില്ല. അങ്ങനെ പല സിനാരിയോസ് വരും കേസ് നോട്ടിൽ. ഇപ്പം ഒരു നഴ്സിംഗ് ഹോമിലേക്ക് പോകുന്ന പേഷ്യൻ്റ് ആണെങ്കിൽ കുറേ റെക്കമെൻഡേഷൻസ് ഒക്കെ കാണും. അപ്പോൾ നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്ത് എഴുതുമ്പം എപ്പോഴും ആദ്യം മെഡിക്കേഷൻസ് എഴുതുക. മെഡിക്കേഷൻ റിലേറ്റഡായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ നമുക്ക് റെക്കമെൻഡേഷൻ ഉണ്ടെങ്കിൽ അതാദ്യം മെൻഷൻ ചെയ്യാം. അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ മോണിറ്ററിങ് പറഞ്ഞത്. അതായത് വൈറ്റൽ സൈൻ മോണിറ്ററിങ്, BP മോണിറ്ററിങ്, അതുപോലെ എന്തെങ്കിലും സൈറ്റ് മോണിറ്ററിങ്, എഡിമ, വൂണ്ട്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ മോണിറ്ററിങ്, ഹീമോഗ്ലോബിൻ കാണും, BP കാണും, അങ്ങനെ എന്തെങ്കിലുമൊക്കെ മോണിറ്ററിങ് ഉണ്ടെങ്കിൽ അത് നെക്സ്റ്റ് എഴുതുക. അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഫ്ലൂയിഡ് ഇൻടേക്ക് ആൻഡ് ഡയറ്റ്, അതായത് ഡയറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അത് കഴിഞ്ഞിട്ട് വരും. അത് കഴിഞ്ഞിട്ടാണ് ഫിസിക്കൽ തെറാപ്പി അല്ലെങ്കിൽ ഫിസിക്കൽ ആക്ടിവിറ്റീസ് വരുന്നത്. ഇതും കഴിഞ്ഞിട്ടാണ് നമ്മുടെ റെസ്ട്രിക്ഷൻസ്, അതായത് പേഷ്യൻ്റ് ഈസ് റെസ്ട്രിക്റ്റഡ് ഫോർ ഡ്രൈവിങ് അല്ലെങ്കിൽ ഫോർ ആൽക്കഹോൾ അല്ലെങ്കിൽ ഹെവി വെയിറ്റ് എടുക്കാൻ പാടില്ല, അങ്ങനത്തെ കുറേ റെസ്ട്രിക്ഷൻസും അഡ്വൈസസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ്, മോഡിഫിക്കേഷൻസ്, അങ്ങനെയൊക്കെ കുറച്ച് അഡ്വൈസസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിവിടെ എഴുതാം. അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് ലാസ്റ്റ് എഴുതുന്നതാണ് നമ്മുടെ ഫോളോ അപ്പ്. ഒരിക്കലും ഫോളോ അപ്പ് നമ്മൾ ആദ്യം എഴുതില്ല, ഇടയ്ക്കും എഴുതില്ല, അതെപ്പോഴും ലാസ്റ്റ് എഴുതത്തുള്ളൂ. ശരിക്കും പറഞ്ഞാൽ ഇതാണ് നമ്മുടെ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്കൊരു പോസ്റ്റ് ഓപ്പറേറ്റീവ് പേഷ്യൻ്റ് ആണെന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് അവിടെ സർജിക്കൽ സൈറ്റ് ഡ്രസ്സിങ് കാണും. ഈ സർജിക്കൽ സൈറ്റ് ഡ്രസ്സിങ് ആദ്യമേ എഴുതുക.
അതായത് റെക്കമെൻഡേഷൻ പാരഗ്രാഫിൻ്റെ ആദ്യമേ തന്നെ മെഡിക്കേഷന് മുമ്പ് തന്നെ നമ്മൾ വൂണ്ട് ഡ്രസ്സിങ്ങിൻ്റെ കാര്യമായിരിക്കണം എഴുതേണ്ടത്. അത് കഴിഞ്ഞിട്ട് വേണം ബാക്കിയുള്ള കാര്യങ്ങൾ എഴുതാൻ വേണ്ടി. ഇതാണ് നമ്മുടെ കോമൺ ആയിട്ടുള്ള റെക്കമെൻഡേഷൻ പാരഗ്രാഫിൻ്റെ പ്രയോറിറ്റൈസേഷൻ എന്ന് പറയുന്നത്. പക്ഷെ നമുക്കിത് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയെന്നിരിക്കില്ല. പക്ഷേ കുഴപ്പമൊന്നുമില്ല. കുറച്ചൊക്കെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് എഴുതിയെന്ന് വെച്ചാൽ പ്രശ്നമൊന്നുമില്ല. എന്താണെന്ന് വെച്ചാൽ നമ്മളൊരിക്കലും ഇപ്പോൾ 10 റെക്കമെൻഡേഷൻസ് ഉണ്ടെങ്കിൽ നമ്മൾ 10 സെൻറ്റൻസ് ആയിട്ട് ഒരിക്കലും എഴുതാൻ പോവില്ല. അതൊരു 4 സെൻറ്റൻസ് ആയിട്ട് നമ്മൾ കൺസൈസ് ചെയ്യും അല്ലേ. ആൻഡ് ആസ് വെൽ ആസ് ഒക്കെ യൂസ് ചെയ്ത് നമ്മൾ ഒരുപോലെ ഇരിക്കുന്ന ഇതൊക്കെയെല്ലാം നമ്മൾ ഒരുമിച്ച് എഴുതും. അതായത് വൂണ്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഒരുമിച്ച് എഴുതും. എല്ലാ മോണിറ്ററിങ്ങും നമ്മൾ ഒരുമിച്ച് എഴുതും. ഫ്ലൂയിഡും ഫിസിക്കൽ ആക്ടിവിറ്റി നമുക്ക് വേണമെങ്കിൽ കമ്പൈൻ ചെയ്ത് ആൻഡും ആസ് വെൽ ആസും ചേർത്ത് എഴുതാം. എല്ലാ അഡ്വൈസസും നമുക്ക് ഒരുമിച്ച് എഴുതാം. എല്ലാ ഫോളോ അപ്പും നമുക്ക് ഒരുമിച്ച് എഴുതാം. അപ്പോൾ അങ്ങനെയൊക്കെ എഴുതുമ്പം ഈ ക്രമമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോകാം. അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ബട്ട് ഓവറോൾ ഒരു പ്രയോറിറ്റൈസേഷൻ അത് ലെറ്റർ നോക്കുമ്പം നമുക്ക് മനസ്സിലായിരിക്കണം. സോ അത്രയേ ഉള്ളൂ. അപ്പോൾ ഇനിയിപ്പം ലെറ്ററിൻ്റെ റെക്കമെൻഡേഷൻ എഴുതുമ്പം പഴയ പോലെ ശ്രദ്ധിക്കാതെ എഴുതാതെ എപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചിട്ട് അന്ന് പ്രയോറിറ്റൈസ് ചെയ്യുക. ഇനി ഇതൊക്കെ ചെയ്യാൻ എവിടെ നിന്നാണ് സമയം കിട്ടുന്നത് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ വരാം. അപ്പോൾ അതിനുവേണ്ടി ഞാനൊരു സൊല്യൂഷൻ പറഞ്ഞുതരാം. നിങ്ങൾ കേസ് നോട്ട് ആദ്യമേ വായിച്ച് പോകുന്ന സമയത്ത് തന്നെ എവിടേക്കാണോ റെക്കമെൻഡേഷൻ കൊടുക്കുന്നത് അതെല്ലാം ഒന്ന് ശ്രദ്ധിക്കുക. അതായത് ചില സമയത്ത് നമ്മുടെ നഴ്സസ് പ്രോഗ്രസ് നോട്ടിലായിരിക്കും കാണുന്നത്, ചിലപ്പോൾ അത് റൈറ്റിംഗ് ടാസ്കിലായിരിക്കും കാണുന്നത്, ചിലപ്പം ഡിസ്ചാർജ് പ്ലാനിലായിരിക്കും കിടക്കുന്നത്. അല്ലെങ്കിൽ ഡിസ്ചാർജ് എന്ന് പറഞ്ഞു കൊടുത്തിട്ട് അതിൻ്റെ നേരെ താഴെയായിരിക്കും ചിലപ്പോൾ റെക്കമെൻഡേഷൻസ് കിടക്കുന്നത്. അതൊന്നും ക്രമത്തിനായിരിക്കണം എന്നില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? എവിടെയൊക്കെ റെക്കമെൻഡേഷൻസ് കാണുന്നോ അതെല്ലാം സൈഡിലൊന്ന് ടിക്കിട്ട് പോവുക. സൈഡിൽ ടിക്കിടുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ചെറുതായിട്ട് സൈഡിലൊന്ന് ടിക്കിട്ട് പോവുക. അത് കഴിഞ്ഞിട്ട് അപ്പം തന്നെ അവിടെ നിന്ന് പ്രയോറിറ്റൈസ് ചെയ്ത് 1 2 3 4 5 എന്ന് നമ്പർ ഇട്ടിട്ട് പോവുക. അത് കഴിഞ്ഞിട്ട് ഇനി നിങ്ങൾ ലെറ്റർ എഴുതുന്ന സമയത്ത് നിങ്ങളുടെ റെക്കമെൻഡേഷൻ പാരഗ്രാഫ് ആകുമ്പോഴത്തേക്കും ഇനി നിങ്ങൾക്ക് പ്രയോറിറ്റൈസ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഓൾറെഡി നിങ്ങൾ നമ്പർ ഇട്ടിട്ടുണ്ട്. ഇനി അത് കൺസൈസ് ചെയ്ത് കമ്പൈൻ ചെയ്ത് ലെറ്ററിലേക്ക് എഴുതണം എന്നുള്ളൊരു ആവശ്യമേ വരുന്നുള്ളൂ. ഇവിടെ തന്നെ ഞാൻ വേറൊരു കാര്യം പറഞ്ഞോട്ടെ. ചില റെക്കമെൻഡേഷൻസ് നമുക്ക് പ്രസൻറ്റ് മെഡിക്കൽ പാരഗ്രാഫിൽ എഴുതാം. പക്ഷേ ഒത്തിരി റെക്കമെൻഡേഷൻസ് അവിടെ എഴുതാതിരിക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. കൂടിപ്പോയ 2 എണ്ണം നമുക്ക് എഴുതാം. അതെങ്ങനെ എഴുതാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിച്ച് നീഡ്സ് ടു ബി കണ്ടിന്യൂഡ് എന്ന ഫ്രേസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എഴുതുന്നത്. അതായത് ഇപ്പോൾ പേഷ്യൻസിന് നമ്മളിപ്പം ആൻറ്റിബയോട്ടിക് സ്റ്റാർട്ട് ചെയ്ത് അതിന് 5 ഡേയ്സും കൂടെ കണ്ടിന്യൂ ചെയ്യാൻ അവർ റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊരു റെക്കമെൻഡേഷനാണ്. പക്ഷേ നമ്മൾ ആൻറ്റിബയോട്ടിക് സ്റ്റാർട്ട് ചെയ്തു, അപ്പോഴാണ് നമ്മൾ ഹാസ് ബീൻ യൂസ് ചെയ്യുന്നത്. അതായത് ഷീ ഹാസ് ബീൻ കമൻസ്ഡ് ഓൺ ആൻറ്റിബയോട്ടിക് തെറാപ്പി വിച്ച് നീഡ്സ് ടു ബി കണ്ടിന്യൂഡ് ഫോർ 5 ഡേയ്സ്. അങ്ങനെ നമ്മൾ പ്രസൻറ്റ് മെഡിക്കൽ പാരഗ്രാഫിൽ എഴുതി കഴിഞ്ഞാൽ ഇനി ഈ റെക്കമെൻഡേഷൻ ഒരിക്കലും നമുക്കിനി ലാസ്റ്റ് പാരഗ്രാഫിൽ എഴുതേണ്ടി വരത്തില്ല. അങ്ങനെ വിച്ച് നീഡ്സ് ടു ബി കണ്ടിന്യൂഡ് എന്നുള്ള രീതിയിൽ നമുക്ക് ചില റെക്കമെൻഡേഷൻസ് നമുക്ക് പ്രസൻറ്റ് മെഡിക്കൽ പാരഗ്രാഫിൽ എഴുതാം. പക്ഷെ അത് 2 കൂടുതൽ എഴുതാതിരിക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. ബാക്കിയുള്ളതൊക്കെ ലാസ്റ്റ് റെക്കമെൻഡേഷൻ പാരഗ്രാഫിൽ തന്നെ എഴുതുന്നതായിരിക്കും എപ്പോഴും നല്ലത്. സോ ഇതാണ് ഞാൻ ഇന്ന് പറയാൻ ഉദ്ദേശിച്ച കാര്യം, റെക്കമെൻഡേഷൻ പാരഗ്രാഫിൻ്റെ പ്രയോറിറ്റൈസേഷൻ. സോ ബി സ്കോർ അങ്ങനെ സെക്യൂർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു ചെറിയ കാര്യം കൂടി ശ്രദ്ധിക്കുക. സോ ഇത് ക്ലിയർ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി നിങ്ങളുടെ പഴയ ലെറ്റേഴ്സൊക്കെ ഒന്ന് എടുത്ത് നോക്കുക. നിങ്ങൾ അങ്ങനെ തന്നെയാണോ എഴുതിയിരിക്കുന്നത്, അതോ കേസ് നോട്ട് തന്നിരിക്കുന്ന ക്രമത്തിൽ ഒരു അറേഞ്ച്മെൻറ്റ് ഇല്ലാതെയാണോ എഴുതിയിരിക്കുന്നതെന്ന് നോക്കുക. സോ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും എവിടെയാണ് നിങ്ങളുടെ മാർക്ക് പോയതെന്ന്. ഓക്കെ, എനിവേ ഇനി നെക്സ്റ്റ് വരുന്ന ലെറ്റേഴ്സിലൊക്കെ ഈ ഒരു കാര്യം കൂടി ശ്രദ്ധിച്ചിട്ട് എഴുതാൻ നോക്കുക. ഓക്കെ, ദെൻ ഇനി അടുത്തൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് ഉടനെ നമുക്ക് കാണാം. അതുവരെ ബൈ, ടേക്ക് കെയർ.